അമ്മയ്ക്ക് പ്രണാമം. കഥ അവതരിപ്പിക്കുന്നു ജെസ്സി പോൾ കണിമംഗലം. ഓമനക്കണ്ണ്. ദൈവം നമ്മെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ഓരോ സൃഷ്ടിയുടെയും ജീവിതത്തെപ്പറ്റിയും സൃഷ്ടാവിനൊരു പദ്ധതിയുണ്ട്. ഓരോ ദൈവവിളിയും ഇത്തരത്തിലുള്ള ദൈവനിശ്വാസമാണ്. ഓർമ്മകൾക്കപ്പുറം. അതെ, ആ പുതുനാമ്പ് ഉടലെടുക്കുകയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം നാട്ടിലെങ്ങും ക്ഷാമം പടരുകയാണ്. അരിഭക്ഷണം കഴിക്കാൻ ജനങ്ങൾ കൊതിക്കുന്ന കാലം. 4 സഹോദരിമാർക്കും ഒരു പൊന്നാങ്ങളയ്ക്കുമായി അതാ ഒരു ഓമനക്കണ്ണ് ഭൂമിയിൽ പിറക്കുകയാണ്. കുറേ മാസങ്ങളായി നാട്ടിൽ വരാൻ പറ്റാതെ വിഷമിക്കുകയാണ് അവളുടെ പിതാവ്. കത്തിടപാടുകൾ പോലും ഇല്ലാത്ത ആ കാലം. അന്യദേശത്തെ തൻ്റെ വരുമാന മാർഗത്തിന് വിരാമമിട്ട് അവളുടെ പിതാവ് നാട്ടിലേക്ക് ട്രെയിൻ കയറി. ഒരു ചാക്ക് പൊന്നരിയുമായാണ് വരവ്. നാട്ടിൽ കാലുകുത്തിയ ദിനം ഓമനക്കണ്ണിൻ്റെ ഭൂമിയിലെ ആദ്യ ദിവസമായിരുന്നു. പിതാവ് കുഞ്ഞിനെ വാരിയെടുത്തു. എൻ്റെ ഓമനക്കണ്ണേ, കുഞ്ഞിൻ്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് കാതിൽ വിളിച്ചു. ആ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസങ്ങളായിരുന്നു അത്. ആ കുടുംബത്തിലേക്ക് ഐശ്വര്യമായി വന്ന കുഞ്ഞിനെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. അവളുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും വാശികളും അവൾക്ക് അഴകായിരുന്നു. അവൾ പിച്ച വെച്ച് നടന്നപ്പോൾ അവരുടെ സന്തോഷം ഇരട്ടി മധുരമായിരുന്നു. ആരോമലായിരുന്ന അവൾക്ക് ഐശ്വര്യമുള്ള മുഖമായിരുന്നു. ഒരു കുഞ്ഞനുജനും കൂടി അവൾക്ക് കൂടപ്പിറപ്പായി ജനിച്ചു. അവർ ഒന്നിച്ച് കളിച്ചു വളർന്നു. യൗവനത്തിൻ്റെ നെറുകയിൽ അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് വ്യാപാരിയായ ചെറുപ്പക്കാരൻ വിവാഹ വാഗ്ദാനത്തിലൂടെ അവളെ സ്വന്തമാക്കി. അയാൾ നല്ല വാചാലനും ഗായകനും പ്രാസംഗികനും ആയിരുന്നു. പ്രാരാബ്ധങ്ങൾ നിറഞ്ഞ അയാളുടെ ഭവനത്തിൽ പലതും അവൾ സഹിക്കേണ്ടി വന്നു. ഇന്ന് അവൾ 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഭാതൃഗൃഹത്തിലെ വിഷമതയും ദാരിദ്ര്യത്തിലും അവൾ പങ്കാളിയാണ്. പ്രാരാബ്ധങ്ങളുടെ നടുവിലും അവൾ 3 കുഞ്ഞുമക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കുടുംബം അതുമാത്രമായിരുന്നു അവളുടെ ലോകം. ദൈവവിശ്വാസത്തിലും ബന്ധുമിത്രാദി സ്നേഹബന്ധങ്ങളിലും വിനോദ പരിപാടികളിലും സുഖദുഃഖങ്ങളിലും സാമ്പത്തിക പരാധീനതകളിലും അവർ ഒറ്റക്കെട്ടായിരുന്നു. ഏത് പ്രശ്നങ്ങളിലും തളരാതെ കുടുംബത്തെ പിടിച്ചു നിർത്താൻ അവൾ ശ്രമിച്ചിരുന്നു. സ്വന്തമായ ഒരു ഭവനത്തിനായി പലതും ത്യജിച്ചു. വ്യാപാര മേഖലകൾ ഒന്നൊന്നായി പരാജയപ്പെട്ടപ്പോഴും പുതിയ സംരംഭങ്ങൾക്കായി തൻ്റെ ജീവിത പങ്കാളിക്ക് ശക്തിയും ഊർജവുമായി അവൾ നിലകൊണ്ടു. എന്നാൽ ജന്മം നൽകിയ മാതാവ് സഹോദരൻ്റെ അടുത്ത് തന്നെ നാട്ടിൽ വെച്ച് വിട പറഞ്ഞപ്പോൾ ഒരു നോക്ക് കാണാൻ കഴിയാതെ അവളുടെ ഓമനക്കണ്ണ് തേങ്ങി. തൻ്റെ ചോറുരുളയിൽ പാതി കുഞ്ഞോമനക്കണ്ണിനെ മാറ്റിവെച്ച് അവളെ വളർത്തി പരിപാലിച്ച തൻ്റെ പിതാവും അവളുടെ അവസാന യാത്ര പറഞ്ഞപ്പോൾ അവളേറെ ദുഃഖിച്ചു. എന്തിനേറെ തൻ്റെ ജീവിതസഖി പക്ഷപാതം രോഗത്താൽ മാസങ്ങളോളം പരീക്ഷിക്കപ്പെട്ടപ്പോഴും അവൾ എണ്ണവറ്റാത്ത വിളക്കുമായി തെളിഞ്ഞു പ്രകാശിച്ചു. കൊച്ചു കൊച്ചു സംരംഭങ്ങളിലേക്ക് കുടുംബത്തിൻ്റെ കൈത്താങ്ങായി അവൾ വ്യാപരിച്ചു. മക്കളെ നല്ല വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചു. അനുദിന ജീവിതത്തിലെ പ്രകൃതി ജീവജാലങ്ങളെ പോറ്റുന്നതിലും അവൾ മറന്നില്ല. കോഴി വളർത്തലിലും അവയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലും അങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങളിൽ അവൾ ശ്രദ്ധ ചെലുത്തി. കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി. അവൾ നട്ട പ്ലാവിലെ ചക്കയ്ക്ക് തേൻവരിക്കം മധുരമായിരുന്നു. അവളുടെ കയ്യൊപ്പുള്ള മാവിലെ മാമ്പഴത്തിന് വായിലൂർന്ന മധുരമായിരുന്നു. പറക്കാൻ പാകത്തിൽ 3 മക്കളും വളർന്നു കഴിഞ്ഞിരുന്നു. അതിനാൽ ത്യാഗങ്ങളേറെ സഹിച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പലതും ത്യജിച്ചു. ഇരുവരും ചേർന്ന് മകളെ നല്ല കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചു. മറ്റു മക്കൾക്കായി സ്വന്തമായി വ്യാപാരങ്ങൾ ആരംഭിച്ചു. കഠിന പ്രയത്നത്താലും ഉറക്കമില്ലാത്ത രാവുകളാലും വ്യാപാര മേഖലകൾ മെച്ചപ്പെട്ടു. പിന്നീട് സ്വന്തമായി ബിൽഡിങ്ങുകളും ബംഗ്ലാവുകളും കോംപ്ലക്സുകളും ഫ്ലാറ്റുകളും നഗരമധ്യത്തിൽ ഇടം പിടിച്ചു. ജീവിതത്തിൽ യൗവനാന്ത്യത്തിൽ മകളുടെ വിധവാത്വം വെച്ച് നീട്ടിയ മകൻ്റെ അപകട മരണം അവൾക്കേറെ വേദന നൽകി. എങ്കിലും തളരാതെ അവൾ മകൾക്ക് ആശ്വാസമായി കൂടെ നിന്നു. അത് ആ ഓമനക്കണ്ണിൻ്റെ പ്രാർത്ഥനാ ചൈതന്യം ഒന്നു മാത്രമായിരുന്നു. മക്കൾ ഒന്നൊന്നായി അവരുടെ ജീവിത വഴിത്തിരിവിൽ അവളെ ഉപേക്ഷിച്ച് പടിയിറങ്ങിയപ്പോഴും തൻ്റെ ജീവിത പങ്കാളി അവളെ ഒറ്റയ്ക്കാക്കി വിട പറഞ്ഞപ്പോഴും അവൾ തളരാതെ പിടിച്ചു നിന്നു. കാരണം അവൾ ദൈവത്തിൻ്റെ ഓമനക്കണ്ണായ അരുമയായിരുന്നു. മറ്റുള്ളവർക്കും അവൾ സഹായകമായിരുന്നു. മറ്റുള്ളവരുടെ പരാധീനതകളും വേദനകളും അവളുടേതായി അവൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആശ്വാസത്തിലേക്ക് വഴിതെളിച്ചു. ഇപ്പോഴിതാ അവൾ കിടപ്പ് രോഗിയാണ്. മാരക രോഗത്തിൻ്റെയും
മരുന്നുകളുടെയും ലോകത്തിലേക്ക് വർഷങ്ങളായി പോരാടുകയാണ്. പുറം ലോകം കാണാനുള്ള താല്പര്യങ്ങൾ ഇല്ലാതായി. ജപമാല മാത്രമായിരുന്നു അവളുടെ ഏക ആശ്വാസം. കയ്യിലെ ജപമാലയ്ക്ക് വെള്ള നിറത്തിനോട് താല്പര്യം ഏറെയായിരുന്നു. ചുവപ്പ് കളറിലുള്ള വസ്ത്രങ്ങൾ അവൾക്കേറെ ഇഷ്ടമായിരുന്നു. ഏത് വേദനയിലും കാണാൻ വരുന്നവരെ ഒരു പുഞ്ചിരിയോടെ വരവേറ്റിരുന്നു. പാടാനുള്ള കഴിവ് അവസാന നിമിഷം വരെ കൈമുതലാക്കിയിരുന്നു. ഇതാ കുറച്ച് ദിവസങ്ങളായി അവൾ സംസാരിക്കാതെയായി, ചിരിക്കാതെയായി, ഭക്ഷണത്തിനോട് പ്രിയമില്ലാതെയായി. അതീവ വേദനയിലും നെഞ്ചരിച്ചിലും സംസാരിക്കാൻ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. അധരങ്ങൾ തുറക്കുമ്പോൾ ശബ്ദം വരാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. നിറകണ്ണുകളുമായി ലോകസൃഷ്ടാവിനോട് യാചിക്കുകയാണ്. മനസ്സുകൊണ്ട് നന്ദി പറയുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ, അതെ, 3 തലമുറകളെ കാണാനും അവരോടൊപ്പം ജീവിക്കാനും സ്നേഹം പങ്കിടാനും കഴിഞ്ഞതിൽ. അവളുടെ ശുദ്ധീകരണ സമയം അവസാനിച്ചു എന്ന് കരുണ തോന്നിയ സർവാധിപൻ അവളുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയാലും അവസാന കുദാശയാലും, അതെ, ഇന്ന് ഈ വേദനയിൽ നിന്ന് അവളെ രക്ഷിക്കുകയാണ്. ഈ സമസ്ത ലോകവും സർവചരാചരങ്ങളും വെച്ച് നീട്ടിയ എല്ലാ കൃപകൾക്കും മുഖമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാന ശ്വാസത്തിലേക്ക്, നന്ദിയുടെ ദീർഘനിശ്വാസത്തിലേക്ക് ആ പൊന്നോമനയുടെ ഓമനക്കണ്ണ് നിശ്ചലമാകുകയാണ്. സഹൃദയരെ, ത്യാഗമാണ് എല്ലാ നേട്ടങ്ങളുടെയും നന്മകളുടെയും ഉറവിടം എന്നീ കൊച്ചു സന്ദേശവുമായി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.